എന്താണ് ഹിന്ദു? എന്താണ് ഹിന്ദുയിസം? എന്താണ് ഈ സനാതന ധർമ്മം? എന്താണ് ഈ ഹിന്ദു സംസ്കാരം? ഈ സനാതന ധർമ്മത്തെ തന്നെയാണ് പിൽക്കാലത്ത് നാം ഹിന്ദു എന്നൊരു മതരൂപത്തിൽ വിശ്വസിച്ച് പിന്തുടർന്നു പോരുന്നത്. അപ്പൊ ഈ ഒരു ഹിന്ദു സംസ്കാരത്തിന്റെ ഉൽപ്പത്തി എങ്ങനെയാണ്? ഇതിൽ പറയുന്ന വിശ്വാസ പ്രമാണങ്ങൾ ഏതാണ്? ഒരു ഭാഗത്ത് ചില ആളുകൾ ഹിന്ദു എന്നതൊരു മതമല്ല, ഒരു സംസ്കാരം മാത്രമാണെന്ന വാദങ്ങൾ ഉയർത്തുന്നുണ്ട്. അതേസമയം മറുഭാഗത്ത് ചിലർ ഇതൊരു മതമാണെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ എല്ലാം പുറകിലുള്ള വസ്തുതകൾ എന്താണ്? ഈ ഹിന്ദു മതം എന്നതിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? നമുക്ക് പരിശോധിക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമസ്കാരം, എന്റെ പേര് വിഷ്ണു ചന്ദ്രശേഖർ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹിന്ദു അല്ലെങ്കിൽ ഈ സനാതന ധർമ്മം എന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉൽപ്പത്തി കൊണ്ടതാണ്. പഠനങ്ങൾ തന്നെ പറയുന്നു കുറഞ്ഞത് ഈ സനാതന ധർമ്മത്തിന്, ഹിന്ദു സംസ്കാരത്തിന് 5000 വർഷമെങ്കിലും പഴക്കമുണ്ടെന്നാണ്. പ്രാചീന കാലഘട്ടത്തിൽ ഇന്നത്തെ പാകിസ്ഥാന്റെ ഭൂപ്രദേശത്ത് സിന്ധ് പ്രവിശ്യയിൽ ഒരു കൂട്ടം ജനവിഭാഗം ഒരു പ്രത്യേക സംസ്കാരത്തെ പിന്തുടർന്നുകൊണ്ട് ഇൻഡസ് നദിയുടെ തീരത്ത് ജീവിച്ചിരുന്നു. ഇവരുടെ ഭാഷ സംസ്കൃതമായിരുന്നു. ഇവരുടെ ഭാഷയിൽ സംസ്കൃതത്തിൽ ഇൻഡസ് നദിയെ സിന്ധു എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. പ്രാചീന കാലഘട്ടത്തിൽ പേർഷ്യൻ വംശജര് ഈ ഒരു ഭൂപ്രദേശത്തെ ഹിന്ദു എന്ന് വിളിച്ചു. അങ്ങനെ സിന്ധു നദിയുടെ തീരത്ത് താമസിക്കുന്നവർ ഹിന്ദുക്കളായി മാറി. പിന്നീട് ഗ്രീക്ക് വംശജര് വന്നപ്പോൾ അവര് ഈ ഭൂപ്രദേശത്തെ ഇന്ത്യ എന്ന് വിളിച്ചു. അങ്ങനെ ഈ ഭൂപ്രദേശത്ത് താമസിക്കുന്ന വംശജര് ഇന്ത്യക്കാരായി മാറി. ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചരിത്രത്തെക്കാൾ പഴക്കമുള്ള, ഇന്നും നശിപ്പിക്കപ്പെടാതെ നിലനിൽക്കുന്ന അത്രയും പഴമയുള്ള ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു സിവിലൈസേഷൻ ആണ് ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദുയിസം, ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കുന്ന ആളുകൾ ചില പ്രധാന വിശ്വാസ പ്രമാണങ്ങൾ പിന്തുടരേണ്ടതായിട്ടുണ്ട്. ഈ പ്രപഞ്ചം, സൂര്യൻ, ഭൂമി, നാം അടക്കമുള്ള എല്ലാം തന്നെ ബ്രഹ്മാവെന്ന സൃഷ്ടാവ് സൃഷ്ടിച്ചതാണ്. ഇത്തരത്തിലൊരു യൂണിവേഴ്സൽ സൗളായിട്ട്, ഒരു ആത്മനായിട്ട് നാം ഈ ബ്രഹ്മാവിനെ കണക്കാക്കുന്നു. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ആത്മാവ് എന്ന് പറയുന്നത് ഈ ഒരു സൃഷ്ടാവിന്റെ, ബ്രഹ്മന്റെ ആത്മാവിന്റെ ഭാഗമാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാം അടക്കം ഈ കാണുന്ന എല്ലാം തന്നെ ബ്രഹ്മാവ് എന്ന ഈ സൃഷ്ടാവിന്റെ ഭാഗം തന്നെയാണ്. നമ്മൾ ഓരോന്നായിട്ട് കണക്കാക്കുന്ന, വേറെ കണക്കാക്കുന്ന എല്ലാം തന്നെ ഒന്നു തന്നെയാണ് എന്നതാണ് പരമാർത്ഥം. ഒരു വ്യക്തിക്ക് അവന്റെ കർമ്മങ്ങൾ കൊണ്ട്, പ്രവർത്തികൾ കൊണ്ട് ഈ പുനർജന്മ ചക്രത്തിൽ നിന്ന്, സംസാരയിൽ നിന്ന് പുറത്തു കടക്കുവാൻ സാധിക്കും. അങ്ങനെ സൃഷ്ടാവെന്ന പരമാർത്ഥത്തിലേക്ക് തിരിച്ചു ലയിക്കുവാൻ സാധിക്കും. ഇതിനെ മോക്ഷമെന്ന് വിളിക്കും. ഹിന്ദു വിശ്വാസത്തെ സംബന്ധിച്ച് ഏറ്റവും പഴക്കം ചെന്ന അടിസ്ഥാന ഗ്രന്ഥങ്ങൾ വേദങ്ങളാണ്. വേദങ്ങളെക്കാൾ പഴക്കമുള്ള താന്ത്രിക ആചാര രീതികളും ഗ്രന്ഥങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അടിസ്ഥാന ഗ്രന്ഥങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്നത് വേദങ്ങളെയാണ്. എബ്രഹാമിക് മതങ്ങളായിട്ടുള്ള ക്രിസ്ത്യാനിറ്റിയിൽ ബൈബിൾ എന്ന പോലെ, ഇസ്ലാമിന് ഖുർആൻ എന്ന പോലെ ഹിന്ദു ധർമ്മത്തിന്റെ അടിസ്ഥാനം വേദങ്ങളാണ്. 4 വേദങ്ങളാണ് ഹിന്ദു ധർമ്മത്തിലുള്ളത്: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. വേദങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രകൃതിയിൽ നിന്ന്, ഈശ്വരനിൽ നിന്ന് പ്രാചീന കാലഘട്ടത്തിൽ മഹാഋഷിമാര് തന്റെ തപശക്തി കൊണ്ട് ആർജിച്ചെടുത്ത ജ്ഞാനമാണ്, അറിവാണ്. ഈ വേദങ്ങൾ അല്ലെങ്കിൽ ഈ അറിവുകൾ ആയിരക്കണക്കിന് വർഷങ്ങൾ എഴുതപ്പെടാതെ ഗുരുകുല സമ്പ്രദായത്തിലൂടെ തലമുറകളായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് കൈമാറിയിരുന്നത്. പിന്നീട് ഒരു 1500-500 BC ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് ഇവ പുസ്തക രൂപത്തിൽ എഴുതപ്പെട്ടത്. ഒരുപാട് ശ്ലോകങ്ങളായിട്ട് നിലനിന്നിരുന്ന ഈ അറിവുകൾ കൃത്യമായിട്ട് 4 ശാഖകളാക്കി തിരിച്ചിട്ട്, കൃത്യമായിട്ട് 4 വേദങ്ങളാക്കി തിരിച്ചത് മഹാഋഷി വ്യാസനാണ്. അതുകൊണ്ട് തന്നെയാണ് ആ മഹാഋഷിക്ക് വേദവ്യാസൻ എന്ന പേര് വന്നത്. നമുക്കറിയാം, നാം ഇന്ന് സമയം കണക്കാക്കാറുണ്ട്. അതിനനുസരിച്ച് തീയതികൾ, വർഷങ്ങളെല്ലാം കണക്കാക്കാറുണ്ട്. എന്നാൽ സനാതന ധർമ്മപ്രകാരം സമയത്തിന് തുടക്കമോ അവസാനമോ ഇല്ലെന്നാണ് വിശ്വാസം. കാലഘട്ടങ്ങളെ 4 യുഗങ്ങളായിട്ടാണ് ഹിന്ദു വിശ്വാസപ്രകാരം വേർതിരിച്ചിട്ടുള്ളത്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിങ്ങനെയാണത്. ഇതിലേറ്റവും ദൈർഘ്യം കുറഞ്ഞത് കലിയുഗത്തിനാണ്. നാം ഇന്ന് ജീവിക്കുന്നത് കലിയുഗത്തിലാണ്. ഈ ഒരു സമയക്രമങ്ങളെ കുറിച്ചിട്ട്, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച്, യുഗങ്ങളെക്കുറിച്ചെല്ലാം വിശദമായിട്ടൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ ഒന്ന് എടുത്ത് കണ്ടു നോക്കുക. അതിന്റെ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഈ കലിയുഗത്തിന്റെ അവസാന ഭാഗത്തോട് കൂടിയിട്ട് ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾക്ക് കുറവ് സംഭവിക്കുന്നു. മനുഷ്യരിൽ നന്മ കുറയുന്നു. ഭൂമിയുടെ നാശത്തിന് ഉതകുന്ന തരത്തിലുള്ള പല കാരണങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇത്തരത്തിൽ അവസാന കാലഘട്ടത്തോട് കൂടിയിട്ട് കൽക്കി എന്നൊരു അവതാര പുരുഷൻ ജന്മമെടുക്കുമെന്നും ഭൂമിയെ ധർമ്മത്തിലേക്ക് പുനഃസ്ഥാപിക്കുമെന്നാണ് വിശ്വാസം. ഹിന്ദു സംസ്കാരത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ വിശ്വസിക്കുന്ന മറ്റൊരു തത്വമാണ് ട്രാൻസ് മൈഗ്രേഷൻ അല്ലെങ്കിൽ റീഇൻകാർണേഷൻ, പുനർജന്മ ചക്രം എന്നുള്ളത്. ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ അവന്റെ ശരീരം മാത്രമാണ് നശിച്ചു പോകുന്നത്, അവന്റെ ആത്മാവ് നശിക്കുന്നില്ല. ഈ ഒരു ആത്മാവ് പിന്നീട് വേറൊരു ശരീരത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് പുനർജന്മം എടുക്കും. ഈ പുനർജന്മം എന്നത് അവന്റെ പഴയ ജന്മത്തിലെ കർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഈ ഒരു പുനർജന്മ ചക്രത്തിനെ സംസാരം എന്ന് വിളിക്കും. വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഭഗവത്ഗീത, ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ, ഹിന്ദു മത ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഈ പുനർജന്മ ചക്രത്തെക്കുറിച്ച്, ഈ സംസാരയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ഹിന്ദു സംസ്കാരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഏറ്റവും പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ടത് അവന്റെ കർമ്മമാണ്. സാധാരണയായിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി അവനെയോ ഈ സമൂഹത്തെയോ ബാധിക്കാം.
അത് നല്ല രീതിയിലോ മോശം രീതിയിലോ ബാധിക്കാം. എന്നാൽ കർമ്മയനുസരിച്ചിട്ട് ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി അവന്റെ ജന്മത്തെ നിശ്ചയിക്കുന്നു. ഉദാഹരണത്തിന് മുൻജന്മത്തിൽ അവൻ ചെയ്ത കർമ്മങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് അവൻ ഇപ്പോൾ ഉള്ള ജന്മം ലഭിച്ചിട്ടുള്ളത്. അതുപോലെ ഈ ജന്മത്തിലെ അവന്റെ കർമ്മങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് അവൻ അടുത്ത ജന്മം ലഭിക്കാൻ പോകുന്നത്. ഹിന്ദു സംസ്കാര പ്രകാരം ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്നുള്ളത് മോക്ഷം തന്നെയാണ്. ഹിന്ദു സംസ്കാരത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രധാന വിശ്വാസമാണ് ധർമ്മം എന്നുള്ളത്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യർക്കും ഓരോ ജീവജാലങ്ങൾക്കും അവരുടേതായ ധർമ്മമുണ്ട്. ഉദാഹരണത്തിന് ഒരു സിംഹത്തെ സംബന്ധിച്ച് ഇര തേടി കൊന്നു തിന്ന് കഴിക്കുക എന്നത് തന്നെയാണ് അതിന്റെ ധർമ്മം. എന്നാൽ ഒരു വ്യാപാരിയെ സംബന്ധിച്ചോ നീരും നിറയോടും കൂടി കച്ചവടം ചെയ്യുക എന്നാണ് അയാളുടെ ധർമ്മം. ഒരു സൈനികനെ സംബന്ധിച്ച് തന്റെ മാതൃരാജ്യത്തെയും തന്റെ ജനങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ് അയാളുടെ ധർമ്മം. നിങ്ങളെ സംബന്ധിച്ച് ഈ കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നതാണ് ഒരു വ്യൂവർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ധർമ്മം. ഇത്തരത്തിൽ എല്ലാവരും അവരുടേതായ ധർമ്മം ശരിയായി ചെയ്തു കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് ഒരു ബാലൻസ് ഉണ്ടാകുമെന്നും ഈ ഭൂമി സുഗമമായി മുന്നോട്ട് പോകുമെന്നാണ് സനാതന ധർമ്മം നമ്മെ പഠിപ്പിക്കുന്നത്. ഹിന്ദു സംസ്കാരത്തിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഈ ഒരു ഹിന്ദു ധർമ്മത്തിൽ ഒരു പ്രവാചകന്മാരും ഇല്ല എന്നുള്ളതാണ്. നമുക്ക് എബ്രഹാമിക് മതങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയിൽ യേശു ക്രിസ്തു ഉണ്ട്, ഇസ്ലാം എടുത്താൽ മുഹമ്മദ് നബി ഉണ്ട്. അതുപോലെ ഒരു പ്രവാചകനെയും നിങ്ങൾക്ക് ഹിന്ദു ധർമ്മത്തിൽ കാണാൻ വേണ്ടി സാധിക്കില്ല. ഹിന്ദു ധർമ്മത്തിന്റെ പരമമായ അടിസ്ഥാനം എന്ന് പറയുന്നത് വേദങ്ങൾ തന്നെയാണ്. വേദങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്ന ആദ്യം രചിക്കപ്പെട്ട വേദമാണ് ഋഗ്വേദം. 1800-1100 BC കാലഘട്ടത്തിലാണ് ഇവ രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 1028 സൂക്തങ്ങളുണ്ട്. ഋഗ്വേദം അതിൽ തന്നെ 10 ശാഖകളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഇതിനെ മണ്ഡല എന്ന് പറയുന്നു. ഋഗ്വേദത്തിൽ മൊത്തമായിട്ട് 10 മണ്ഡലങ്ങളാണ് നിലവിലുള്ളത്. സാമവേദം ഈണമുള്ള ഉച്ചാരണത്തിനുതകുന്ന വേദമായിട്ടാണ് സാമവേദം അറിയപ്പെടുന്നത്. 1200-800 BC കാലഘട്ടത്തിലാണ് ഇവ രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 1549 ശ്ലോകങ്ങളാണുള്ളത്. സാമവേദത്തിന്റെ ഭാഗമായിട്ട് 2 ഉപനിഷത്തുകൾ നിലവിലുണ്ട്. ചന്ദോഗ്യ ഉപനിഷത്തും കേന ഉപനിഷത്തുമാണത്. സാമവേദം വായിച്ചു പഠിക്കുവാനായിട്ട് എഴുതപ്പെട്ടവയല്ല, ഇവ ഈണത്തിൽ ചൊല്ലി പഠിക്കുവാനായിട്ട് രചിക്കപ്പെട്ടവയാണ്. സാമ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മെലഡി എന്നതാണ്. യജുർവേദം 1700-800 BC കാലഘട്ടത്തിലാണ് ഇവ രചിക്കപ്പെട്ടിട്ടുള്ളത്. സനാതന ധർമ്മപ്രകാരമുള്ള പൂജകൾക്കും മറ്റ് ആചാര അനുഷ്ഠാനങ്ങൾക്കും വേണ്ടിയുള്ള മന്ത്രങ്ങളാണ് ഇതിൽ പരാമർശിക്കുന്നത്. യജുർവേദം 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്: കൃഷ്ണ യജുർവേദവും ശുക്ല യജുർവേദവും. ഇതിൽ കൃത്യമായിട്ട് ചിട്ടപ്പെടുത്താത്ത മന്ത്രങ്ങളും ശ്ലോകങ്ങളുമാണ് കൃഷ്ണ യജുർവേദത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം കൃത്യമായി ചിട്ടപ്പെടുത്തിയ മന്ത്രങ്ങളും ശ്ലോകങ്ങളുമാണ് ശുക്ല യജുർവേദത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബൃഹദാരണ്യക ഉപനിഷത്ത്, തൈത്തിരീയ ഉപനിഷത്ത്, ഈശ ഉപനിഷത്ത്, കഥ ഉപനിഷത്ത്, ഷേഡക്ഷേത്ര ഉപനിഷത്ത്, മൈത്രി ഉപനിഷത്ത് ഇവയെല്ലാം തന്നെ യജുർവേദത്തിന്റെ ഭാഗമായിട്ടുള്ളവയാണ്. അവസാനമായിട്ട് എഴുതപ്പെട്ട വേദമാണ് അഥർവവേദം. ഇവയിൽ ഒരു മനുഷ്യൻ അവന്റെ നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. ഇതിൽ 730 സൂക്തങ്ങളും 6000 മന്ത്രങ്ങളും 20 പുസ്തകങ്ങളും അടങ്ങിയിട്ടുണ്ട്. മുണ്ടക ഉപനിഷത്ത്, മണ്ഡൂക്യ ഉപനിഷത്ത്, പ്രശ്ന ഉപനിഷത്ത് എന്നിവ അഥർവവേദത്തിന്റെ ഭാഗമായിട്ടുള്ളവയാണ്. ഒരുപക്ഷെ അഥർവവേദം മറ്റു വേദങ്ങളെക്കാൾ തെറ്റിദ്ധരിക്കപ്പെട്ട, ചർച്ച ചെയ്യപ്പെട്ട ഒരു വേദം തന്നെയാണ്. ഇതിൽ ഒരുപാട് മാന്ത്രിക ക്രിയകൾക്കുള്ള മന്ത്രങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അവ പ്രയോഗിക്കുന്ന വ്യക്തിക്ക് പലതരത്തിലുള്ള അത്ഭുത സിദ്ധികൾ നേടാനാകുമെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ പറഞ്ഞ ഓരോ വേദങ്ങളുടെയും ഭാഗമായിട്ട് ഉപനിഷത്തുകൾ ഞാൻ പരാമർശിക്കുകയുണ്ടായി. എന്താണ് ഉപനിഷത്തുകൾ? ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് വേദങ്ങൾക്ക് ശേഷം രചിക്കപ്പെട്ടവയാണ്. ഇവ ഒരു 700-400 BC കാലഘട്ടത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇവയെ വേദങ്ങളുടെ ഒരു സബ് കാറ്റഗറി ആയിട്ട് നമുക്ക് കണക്കാക്കാനാവും. ഇവ ഫിലോസഫികളാണ്. ഉപ എന്നാൽ അടുത്ത് എന്നും ഷദ് എന്നാൽ ഇരിക്കുക എന്നുമാണ് അർത്ഥമാക്കുന്നത്. ഉപനിഷത്ത് എന്നാൽ ഗുരുവിന്റെ പാദങ്ങൾക്ക് മുമ്പിൽ ഉപവിഷ്ടനാകുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഓരോ ഉപനിഷത്തും ഓരോ വേദങ്ങളുടെ ഭാഗമായിട്ട് രചിക്കപ്പെട്ടവയാണ്. ഏകദേശം 200ഓളം ഉപനിഷത്തുകൾ ഇന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇവയിൽ പ്രധാനപ്പെട്ടവ മാത്രമാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചത്. വേദങ്ങളും ഉപനിഷത്തുകളും കഴിഞ്ഞാൽ പിന്നീട് ഹിന്ദുധർമ്മത്തിൽ പ്രാധാന്യം അർഹിക്കുന്നത് പുരാണങ്ങൾക്കാണ്. ഹിന്ദുധർമ്മപ്രകാരം 18 മുഖ്യ പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും നിലനിൽക്കുന്നുണ്ട്. അവയിൽ ചില പ്രധാനപ്പെട്ടവയാണ് വിഷ്ണു പുരാണം, ശിവപുരാണം, ബ്രഹ്മപുരാണം, ഗരുഡ പുരാണം, ഭാഗവത പുരാണം എന്നിവ. പുരാണങ്ങൾ കൂടി കഴിഞ്ഞാൽ സനാതന ധർമ്മത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഭഗവത്ഗീത, മഹാഭാരതം, രാമായണം എന്നീ ഗ്രന്ഥങ്ങൾക്കാണ്. ഈ ഗ്രന്ഥങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സ്വർഗം, നരകം, ഈശ്വരൻ, ദേവീദേവതാ സങ്കല്പങ്ങള്, യുദ്ധങ്ങൾ, യുദ്ധതന്ത്രങ്ങൾ, നികുതി, വഞ്ചന, സാഹോദര്യം, കുടുംബബന്ധം എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഭഗവത്ഗീത എടുത്തു കഴിഞ്ഞാൽ യുദ്ധഭൂമിയിൽ കൃഷ്ണൻ അർജുനന് നൽകുന്ന ഉപദേശങ്ങൾ നമുക്കതിൽ കാണാനാവും. ഒരു വ്യക്തിക്ക് അവന്റെ ധർമ്മത്തെ പിന്തുടർന്നുകൊണ്ട് എങ്ങനെ ജീവിതത്തിൽ വിജയം കൈവരിക്കാമെന്ന് ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കും. എബ്രഹാമിക് മതങ്ങളിൽ ഇസ്ലാമിൽ ഖുർആൻ എന്ന പോലെ, ക്രിസ്ത്യാനിറ്റിയിൽ ബൈബിൾ എന്ന പോലെ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഹിന്ദു മതത്തിന്റെ ഗ്രന്ഥമായിട്ട് ഭഗവത്ഗീതയെ കാണിക്കുന്ന ഒരു പ്രവണത ഞാൻ ഹിന്ദു വിശ്വാസികൾക്കിടയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്ത് ആകമാനം ഞാൻ കണ്ടിട്ടുണ്ട്. അത് തെറ്റാണ്. ഹിന്ദു ധർമ്മത്തെ സംബന്ധിച്ച് ഭഗവത്ഗീത മഹത്തായ ഗ്രന്ഥം തന്നെയാണ്. എന്നാലും നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത്, സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് വേദങ്ങൾ തന്നെയാണ്. ഈ തെറ്റിദ്ധാരണ ഉള്ളവർ അത് തീർച്ചയായിട്ടും തിരുത്തേണ്ടതുണ്ട്. ഹിന്ദു ധർമ്മത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രധാന ഗ്രന്ഥമാണ് രാമായണം. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ജീവിതത്തെക്കുറിച്ച്, ആ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് രാമായണത്തിൽ മഹർഷി വാൽമീകി പ്രതിപാദിക്കുന്നത്.
പിന്നീട് വരുന്നത് മഹാഭാരതമാണ്. ലോകത്ത് തന്നെ ഇതുവരെ എഴുതപ്പെട്ട കാവ്യങ്ങളിൽ ഏറ്റവും വലിയ കാവ്യമാണ് മഹാഭാരതം എന്നുള്ളത്. ഇതിൽ 1,00,000-ൽ പരം ശ്ലോകങ്ങൾ അല്ലെങ്കിൽ 2,00,000-ൽ പരം വ്യാഖ്യാനങ്ങളുണ്ട്. ഇത് രചിക്കാനായിട്ട് ചുരുങ്ങിയത് 3 വർഷമെങ്കിലും വേണ്ടി വന്നിട്ടുണ്ടാവും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 15 മടങ്ങ് വലുതാണ് മഹാഭാരതം. പ്രസിദ്ധ ഗ്രീക്ക് കാവ്യങ്ങളായിട്ടുള്ള ഇല്യാഡും ഒഡീസിയും എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 8 മടങ്ങ് വലുതാണ് മഹാഭാരതം. അപ്പൊ ഇതിന്റെ വലുപ്പം എന്ന് പറയുന്നത് ഒന്ന് സങ്കല്പിച്ച് നോക്കാവുന്നതാണ്. മഹാഭാരത ഗ്രന്ഥത്തിൽ നമുക്ക് ചതി, ധർമ്മം, അധർമ്മം, സുഹൃബന്ധങ്ങള്, യുദ്ധങ്ങൾ, യുദ്ധതന്ത്രങ്ങൾ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാൻ സാധിക്കും. മഹാഭാരതമായാലും രാമായണമായാലും ഒരു മഹത്തായ സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. ഈ ഭൂമിയുടെ സുന്ദരമായുള്ള നിലനിൽപ്പിന്, ഇതിന്റെ ബാലൻസ് നിലനിർത്താനായിട്ട് ഏതൊരു വ്യക്തിയും അവന്റെ ധർമ്മത്തെ പിന്തുടരണം, അല്ലെങ്കിൽ അത് പിന്തുടർന്ന് വേണം ജീവിക്കാൻ എന്നുള്ള മഹത്തായ സന്ദേശം. ഈ ഭൂമിയിൽ സുന്ദരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് ഒരു സനാതന ധർമ്മ വിശ്വാസി പിന്തുടരേണ്ട 4 തത്വങ്ങളുണ്ട്. അവയെ പുരുഷാർത്ഥങ്ങൾ എന്ന് വിളിക്കുന്നു. ഇവ 4 എണ്ണമാണ്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ ആദ്യം പാലിക്കേണ്ടത് അവന്റെ ധർമ്മമാണ്. അവന് അനുയോജ്യമായ ധർമ്മം എന്താണോ അതാണ് അവൻ പിന്തുടരേണ്ടത്. ഇതിനെ അവന്റെ ജീവിതത്തിന്റെ മോറൽ എന്ന് നമുക്ക് കണക്കാക്കാം. അതിനോടുകൂടെ അയാൾക്ക് വേണ്ടത് അർത്ഥമാണ്. അർത്ഥം എന്നാൽ സമൃദ്ധി, ധനം, അവന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക അഭിവൃദ്ധി എന്ന് കണക്കാക്കാം. മറ്റൊന്ന് കാമം, അയാൾക്ക് വേണ്ടുന്ന സുഖസന്തോഷങ്ങൾ. അവസാനമായിട്ട് മോക്ഷം, ഈ ജന്മ പുനർജന്മ ചക്രത്തിൽ നിന്ന്, ഈ സംസാരയിൽ നിന്ന് മോക്ഷം പ്രാപിക്കുക. അതും അവന്റെ പരമമായ ലക്ഷ്യം തന്നെയാണ്. സനാതന ധർമ്മത്തിൽ ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ അകലം പാലിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന 6 ശത്രുക്കളായിട്ടാണ് ഇവയെ കണക്കാക്കുന്നത്. ഇവയെ അരിഷദ്ദുർഗ അല്ലെങ്കിൽ ഷാദ്രിബു എന്ന് വിശേഷിപ്പിക്കുന്നു. ഒന്നാമതായിട്ട് കാമം. നേരത്തെ സൂചിപ്പിച്ച കാമമല്ല ഇത് ഒരു മനുഷ്യന് ആവശ്യമില്ലാത്ത കാമമാണ്. ആവശ്യമില്ലാത്ത തരത്തിലുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോടുള്ള ആസക്തി, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ലൈംഗിക വിചാരങ്ങൾ, ഇവയിൽ നിന്നും ഒരു മനുഷ്യൻ അകലം പാലിക്കേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് ക്രോധം, അനിയന്ത്രിതമായിട്ടുള്ള ദേഷ്യം, അതിൽ നിന്നും നാം അകലം പാലിക്കേണ്ടതുണ്ട്. മൂന്നാമതായിട്ട് ലോഭ അല്ലെങ്കിൽ അത്യാഗ്രഹം, ഒന്നിനോടും നമുക്ക് അത്യാർത്തി പാടില്ല. അത്തരത്തിലുള്ള വിചാരങ്ങളിൽ നിന്നും നാം അകലം പാലിക്കേണ്ടതുണ്ട്. നാലാമതായിട്ട് മോഹം, ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു സാധനത്തിനോടോ ഒന്നിനോടും തന്നെ നമ്മൾ അമിതമായിട്ടുള്ള ബന്ധം വെച്ചു പുലർത്താൻ വേണ്ടി പാടില്ല. ഒന്നിനോടും നമ്മൾ ആവശ്യത്തിലധികമുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കാണിക്കുവാൻ പാടില്ല. അഞ്ചാമതായിട്ട് വരുന്നതാണ് മത, ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ആവശ്യത്തിലധികം അഭിമാനിക്കാൻ പാടില്ല. ആറാമതായിട്ട് മാത്സര്യ, അസൂയ, ഒന്നിനോടും നമുക്ക് അസൂയ പാടില്ല. ഇത് നമുക്ക് ഭൂഷണമല്ല. ഈ പറഞ്ഞ 6 കാര്യങ്ങളും നമ്മുടെ മനസ്സിന്റെ ശത്രുക്കളാണ്. ഇവ 6 കാര്യങ്ങളിൽ നിന്നും നാം നമ്മുടെ മനസ്സിനെ സംരക്ഷിച്ച് നിർത്തേണ്ടതുണ്ട്. ഈ 6 കാര്യങ്ങളെ നമുക്ക് അകറ്റി നിർത്താനായാൽ, കൃത്യമായിട്ട് ധർമ്മത്തെ പിന്തുടരാൻ കഴിഞ്ഞാൽ, ഒരു സനാതന ധർമ്മ വിശ്വാസിയെ സംബന്ധിച്ച് അവൻ ഈ ജന്മ പുനർജന്മ ചക്രത്തിൽ നിന്ന്, ഈ സംസാരയിൽ നിന്ന് മോക്ഷം നേടാൻ സാധിക്കും. ഹിന്ദു ധർമ്മത്തെ സംബന്ധിച്ച് ഈ ധർമ്മത്തിൽ പരാമർശിക്കുന്ന ഈശ്വര സങ്കല്പങ്ങൾ മറ്റ് അബ്രഹാമിക് മതങ്ങളെ പോലെയല്ല. നമുക്ക് ഒരുപാട് ഈശ്വരന്മാരുണ്ട്. എന്നാൽ ഇതിലും ഒരു വലിയ തെറ്റിദ്ധാരണ ഇന്ന് ലോകത്താകമാനം ഹിന്ദു വിശ്വാസികൾക്കിടയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഹിന്ദു ധർമ്മത്തിൽ 33 ദശലക്ഷം അല്ലെങ്കിൽ 33 മില്യൺ 33 കോടി ദൈവങ്ങളുണ്ട് എന്നൊരു വിശ്വാസം അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഇത് ശുദ്ധ അസംബന്ധമാണ്. പണ്ട് കാലഘട്ടത്തിൽ ഭാരതത്തിലേക്ക് കടന്നു കയറിയ അധിനിവേശ ശക്തികൾ, അത് ഇസ്ലാമിക അധിനിവേശ ശക്തികളായാലും പിന്നീട് വന്ന ക്രൈസ്തവ, ബ്രിട്ടീഷ് അടക്കമുള്ള അധിനിവേശ ശക്തികളായാലും ഭാരതത്തിൽ നിലനിന്നിരുന്ന സനാതന ധർമ്മത്തെ വികലമായിട്ട് ചിത്രീകരിക്കാനായിട്ട്, ഇതിനെ ഒരു തമാശ രൂപത്തിൽ ചിത്രീകരിക്കാനായിട്ടും അവരുടെ മതം പടർത്തുവാനായിട്ടും അവര് പടച്ചുവിട്ട ഒരു നുണ മാത്രമാണിത്. സനാതന ധർമ്മത്തിൽ 33 കോടി ദൈവങ്ങളല്ല, 33 ഈശ്വര സങ്കല്പങ്ങളാണുള്ളത്. ഈ 33 ഈശ്വര സങ്കല്പങ്ങളെ കുറിച്ച് വേദങ്ങളിൽ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് പരാമർശിക്കുന്നത് അഥർവ വേദത്തിൽ 10:7-13 ശ്ലോകത്തിലാണ്. ഹൂ ഔട്ട് ഓഫ് മെനി ടെൽ മീ ഈസ് ദാറ്റ് സ്കംബ, he in whose body are contained all 330 deities. ഇതാണ് ഇതിൽ അർത്ഥം വെക്കുന്നത്. ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ സനാതന ധർമ്മത്തിൽ 33 ഈശ്വര സങ്കല്പങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത്. ആ ഈശ്വര സങ്കല്പങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന് വാസു എന്ന് പറയുന്ന ഈശ്വര സങ്കല്പങ്ങളാണ്. ഇതിൽ 8 ഈശ്വര സങ്കല്പങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവയെ അഷ്ടവാസുക്കൾ എന്നും വിശേഷിപ്പിക്കുന്നു. ഇവ വെളിച്ചമായിട്ടും അഗ്നിയായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. പൃഥ്വി, അഗ്നി, വായു, ദ്യാവുസ്, ആദിത്യ, സോമ, വരുണ, നക്ഷത്ര എന്നിങ്ങനെയാണ് ഈ അഷ്ടവാസുക്കളിൽ പ്രതിപാദിക്കുന്ന ഈശ്വര സങ്കല്പങ്ങൾ. പിന്നെ വരുന്നത് 12 ആദിത്യ ഈശ്വര സങ്കല്പങ്ങളാണ്. വിഷ്ണു, ഇന്ദ്ര, വരുണ, എംസ, മിത്ര, വിവസ്വാൻ, ആര്യമൻ, ത്വഷ്ട, സാവിതർ, ഭഗ, ദദ, പുരുഷൻ എന്നിവയാണ് ഈ 12 ആദിത്യ ഈശ്വര സങ്കല്പങ്ങൾ. ഇനി വരുന്നത് 11 രുദ്ര ഈശ്വര സങ്കല്പങ്ങളാണ്. ഇവ ശിവഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. കപാലി, പിങ്കള, ഭീമ, വിരൂപാക്ഷ, വിലോഹിത, അജേഷ, ശാസന, ശാസ്ത, ശംഭു, ചന്ദ്, ധ്രുവ, ഇവയാണ് 11 രുദ്ര ഈശ്വര സങ്കല്പങ്ങൾ. ഇനി പരാമർശിക്കുന്നത് 2 അശ്വിനി കുമാരന്മാരെ കുറിച്ചാണ്. നസത്യ, ദസ്ര എന്ന പേരിലാണ് ഇവയെ വിശേഷിപ്പിക്കുന്നത്. ഈ 2 ഈശ്വര സങ്കല്പങ്ങളും സൂര്യഭഗവാന്റെയും പത്നി സഞ്ജനയുടെയും സന്താനങ്ങളാണ്. അപ്പൊ ഇത്തരത്തിൽ 33 ഈശ്വര സങ്കല്പങ്ങളാണ് സനാതന ധർമ്മത്തിൽ
വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ പരാമർശിക്കുന്നത്. അല്ലാതെ 33 കോടി ഈശ്വര സങ്കല്പങ്ങളല്ല. അത്തരത്തിലുള്ളൊരു തെറ്റിദ്ധാരണ ഒരിക്കലും ഉണ്ടാവരുത്. ഇനി ഹിന്ദു ധർമ്മത്തിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമാണ് വർണ്ണ വ്യവസ്ഥ എന്നുള്ളത്. ഇതിനെ പിൽക്കാലത്ത് ഹിന്ദു ധർമ്മത്തിലുള്ളവരടക്കം ഒരു ജാതി വ്യവസ്ഥയായിട്ട് തെറ്റിദ്ധരിച്ചിട്ട് പിന്തുടരുന്നുണ്ട്. ഇത് വലിയൊരു വിഷയമാണ്. ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ അതൊന്ന് പോയിട്ട് കണ്ടു നോക്കുക. അതിന്റെ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. എബ്രഹാമിക് മതങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇസ്ലാമിലായാലും ക്രിസ്ത്യാനിറ്റിയിലായാലും നമുക്ക് ഒരുപാട് വിഭാഗങ്ങളെ കാണാൻ വേണ്ടി സാധിക്കും. ഇസ്ലാം എടുത്തു കഴിഞ്ഞാൽ സുന്നി, ഷിയ, അഹമ്മദിയ പോലുള്ള ഒരുപാട് വിഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇനി ക്രിസ്ത്യാനിറ്റി എടുത്തു കഴിഞ്ഞാൽ ഓർത്തഡോക്സ്, കത്തോലിക്ക, പ്രൊട്ടസ്റ്റന്റ് ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതുപോലെ സനാതന ധർമ്മത്തിലും പ്രാചീന കാലഘട്ടം മുതലേ പല വിഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് വൈഷ്ണവിസം. ഈ വിഭാഗത്തിൽപ്പെടുന്നവർ പ്രധാനമായിട്ടും വിഷ്ണു എന്ന ഈശ്വര സങ്കല്പത്തെയാണ് ആരാധിച്ചു പോരുന്നത്. മറ്റൊന്ന് ശൈവിസം. ഈ വിഭാഗത്തിൽപ്പെടുന്നവർ ശിവഭഗവാൻ എന്ന ഈശ്വര സങ്കല്പത്തെയാണ് ആരാധിച്ചു പോരുന്നത്. മറ്റൊരു വിഭാഗമാണ് സ്മാർത്താസ്. ഇവർ പ്രധാനപ്പെട്ട എല്ലാ ഈശ്വര സങ്കല്പങ്ങളെയും ആരാധിക്കുന്നു. ശിവൻ, വിഷ്ണു, ശക്തി, സൂര്യൻ, സ്കന്ദ, ഗണേശൻ എന്നിവയാണ് ഇവർ പ്രധാനമായിട്ടും ആരാധിച്ചു പോരുന്ന ഈശ്വര സങ്കല്പങ്ങൾ. ഇനി വരുന്നത് ശക്തിസമാണ്. ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്നവർ ദേവീ സങ്കല്പത്തെ, ശക്തിയെ ആരാധിച്ചു പോരുന്നു. ഇത്തരത്തിലെ 4 ആരാധന വിഭാഗങ്ങൾ ഹിന്ദു ധർമ്മത്തിൽ, സനാതന ധർമ്മത്തിൽ നിലനിൽക്കുന്നുണ്ട്. സനാതന ധർമ്മം മനുഷ്യന്റെ ഉൽപ്പത്തിയോളം പഴക്കം ചെന്നതാണ്. ഇന്ന് ഭൂമിയിൽ നിലനിൽക്കുന്ന ഏതൊരു മതത്തെക്കാളും പഴക്കം ചെന്നത്. ഭൂമിയിൽ ആദ്യം ഉൽപ്പത്തി കൊണ്ട മതം. ഇതൊരു മതം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു സംസ്കാരം എന്ന് പറയുന്നതാണ്, ഒരു വേ ഓഫ് ലൈഫ്. ഒരിക്കലും സനാതന ധർമ്മം എന്താണെന്നുള്ളത് കേവലം ഒരു വീഡിയോയിൽ പറയാൻ സാധിക്കുന്ന കാര്യമല്ല. എന്നിരുന്നാലും എന്റെ ഈ വീഡിയോ മൂലം ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുമെന്നും ഒരുപാട് തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.